ആൻഡമാൻ കടലിനുള്ളിൽ മറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നാണ് നോർത്ത് സെന്റിനൽ ദ്വീപ്. ഈ ഒറ്റപ്പെട്ട ഭൂമി ആധുനിക ലോകത്തിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവസാനത്തെ ശിലായുഗ ഗോത്രമായ സെന്റിനലീസിന്റെ ആവാസ കേന്ദ്രമാണ്. അവരുമായി ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചിട്ടും അവരുടെ ജീവിത രീതി പുറം ലോകത്തിന് നിഗൂഢമായി തുടരുകയാണ്. ഈ ദ്വീപ് എന്ത് രഹസ്യങ്ങളാണ് സൂക്ഷിക്കുന്നത്? സെന്റിനലീസിന്റെ കാലം തൊട്ടു തീണ്ടാത്ത ഗോത്രത്തിന്റെയും അവരുടെ ക്രൂരമായ സംരക്ഷിത ദ്വീപിന്റെയും പറയാത്ത കഥകളിലേക്ക് നമുക്ക് ഊളിയിടാം. ഹലോ സുഹൃത്തുക്കളെ, ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2018 നവംബറിൽ ജോൺ അലൻ ചൗ എന്ന 26-കാരനായ അമേരിക്കൻ മിഷണറി നിയമവിരുദ്ധമായി ഇന്ത്യയിലെ നോർത്ത് സെന്റിനൽ ദ്വീപ് സന്ദർശിക്കാൻ തീരുമാനിച്ചു. ഈ ദ്വീപിലെ തദ്ദേശവാസികൾ നോർത്ത് സെന്റിനലീസ് ഗോത്രത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് ലോകത്തിലെ അവസാനത്തെ ബന്ധപ്പെടാത്ത ഗോത്രമായിരിക്കാം. ഇതിനർത്ഥം അവർക്ക് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ്. ജോൺ ഒരു ക്രിസ്ത്യനായിരുന്നു. ദ്വീപിൽ താമസിക്കുന്ന ആളുകളെ ക്രിസ്തുമതം പഠിപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചു. അവൻ തന്റെ മതത്തിൽ വളരെയധികം ശ്രദ്ധാലുവായിരുന്നു. അയാൾ അടുത്തുള്ള ഒരു ദ്വീപിൽ പോയി ഒരു മത്സ്യത്തൊഴിലാളിക്ക് 25,000 രൂപ കൈക്കൂലി നൽകി അവനെ നോർത്ത് സെന്റിനൽ ദ്വീപിൽ വിടാൻ പറഞ്ഞു. 2018 നവംബർ 14 രാത്രി ഇരുട്ടിന്റെ മറവിൽ കോസ്റ്റ് ഗാർഡുകളിൽ നിന്ന് മറഞ്ഞാണ് അവർ യാത്ര തുടങ്ങിയത്. ജോൺ തന്റെ ഗോപ്രോ ക്യാമറ, കുറച്ച് കത്രിക, ഒരു കയാക്ക്, ഉണക്കമീൻ, ഒരു ഫുട്ബോൾ അവർക്ക് സമ്മാനമായി നൽകുമെന്ന് പ്രതീക്ഷിച്ച ബൈബിളും കൊണ്ടുപോയി. നവംബർ 15 രാവിലെ അവർ ദ്വീപിലെത്തിയ ഉടൻ തന്റെ കയാക്കിൽ ഒറ്റയ്ക്ക് ദ്വീപിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ജോൺ പ്രാദേശിക മത്സ്യത്തൊഴിലാളിയോട് അകലെ കാത്തിരിക്കാൻ പറഞ്ഞു. അവൻ ചില വീടുകൾ കണ്ടു. സ്ത്രീകൾ സംസാരിക്കുന്നത് കേട്ടു. കടൽ തീരത്ത് കയാക്ക് പാർക്ക് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ 2 സെന്റിനലീസ് ആളുകൾ വില്ലും അമ്പും വഹിച്ചുകൊണ്ട് തന്റെ അടുത്തേക്ക് വരുന്നത് അദ്ദേഹം കണ്ടു. ജോൺ അവരെ അഭിവാദ്യം ചെയ്തു. "എന്റെ പേര് ജോൺ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ അടുക്കൽ വരാൻ യേശുക്രിസ്തു എനിക്ക് അധികാരം നൽകി. ഇതാ നിങ്ങൾക്കായി കുറച്ച് മത്സ്യം." രണ്ടുപേരും വില്ലുയർത്തി അവനു നേരെ വെടിയുതിർക്കാൻ തയ്യാറായി. പരിഭ്രാന്തനായ ജോൺ വേഗം തിരിച്ചുപോയി. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ശ്രമിച്ചു. ഇത്തവണ ദ്വീപിന്റെ വടക്കൻ തീരത്തേക്ക് പോയി. ദൂരെ നിന്ന് 6ഓളം സെന്റിനലീസ് ആളുകൾ തന്റെ ദിശയിലേക്ക് നോക്കി നിലവിളിക്കുന്നത് അയാൾ കണ്ടു. ഇരു കൂട്ടർക്കും അപരന്റെ ഭാഷ മനസ്സിലാകുന്നില്ലെന്ന് വ്യക്തമായി. വാസ്തവത്തിൽ ഈ ഗ്രഹത്തിലെ ആർക്കും സെന്റിനലീസ് ഭാഷ മനസ്സിലാക്കാൻ കഴിയില്ല. ജോൺ തനിക്ക് തിരിച്ചറിയാൻ കഴിയുന്ന അക്ഷരങ്ങൾ ആവർത്തിക്കാൻ ശ്രമിച്ചു. അവർക്ക് നേരെ ആക്രോശിച്ചു. സെന്റിനലീസ് അവനെ നോക്കി ചിരിച്ചു. കൊണ്ടുവന്ന സമ്മാനങ്ങളിട്ട് ജോൺ പതുക്കെ അവരുടെ അടുത്തേക്ക് ചെന്നു. സമീപത്ത് ഒരു കുട്ടിയും ഒരു പെൺകുട്ടിയും വില്ലും അമ്പും വഹിക്കുന്നത് അയാൾ കണ്ടു. കയാക്കിൽ നിന്നിറങ്ങി കുട്ടിയുമായി സംസാരിക്കാൻ ശ്രമിച്ചു. അതിനിടെ ഒരു സെന്റിനലീസുകാരൻ തന്റെ കയാക്കിനെ പിന്നിൽ നിന്ന് മോഷ്ടിച്ചു. ജോൺ കുട്ടിക്ക് ബൈബിൾ വാക്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ കുട്ടി അവന്റെ നെഞ്ചിലേക്ക് ഒരു അമ്പടയാളം എയ്തു. യാദൃശികമായ അമ്പ് ബൈബിളിൽ തട്ടി ജോണിന്റെ ജീവൻ രക്ഷിച്ചു. വീണ്ടും പരിഭ്രാന്തനായി. തന്റെ കയാക്കില്ലാത്തതിനാൽ ജോൺ വീണ്ടും ബോട്ടിലേക്ക് നീന്തി. അന്ന് രാത്രി അവൻ തന്റെ ഡയറിയിൽ എഴുതി, "കർത്താവേ, ഈ ദ്വീപ് സാത്താന്റെ അവസാന കോട്ടയാണോ? യേശുവിന്റെ പേര് പോലും നാട്ടുകാർ കേട്ടിട്ടില്ലാത്ത ഈ ദ്വീപ് രാക്ഷസന്മാരാൽ നിറഞ്ഞതാണോ?" അദ്ദേഹം എഴുത്തു തുടർന്നു. "എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല. എനിക്ക് തിരിച്ചു പോകണം കർത്താവേ. എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല." പക്ഷെ ഭയമുണ്ടായിരുന്നിട്ടും തന്റെ ദൗത്യത്തോടുള്ള അവന്റെ അഭിനിവേശം ഭ്രാന്തമായി മാറിയിരുന്നു. ദ്വീപിലേക്ക് മടങ്ങാൻ അദ്ദേഹം വീണ്ടും ആഗ്രഹിച്ചു. അത് തന്റെ ജീവിത ലക്ഷ്യമാണെന്ന് വിശ്വസിച്ചു. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായാൽ നിങ്ങൾ എന്ത് തീരുമാനിക്കും? ആ യാത്ര അവിടെ അവസാനിപ്പിക്കുമോ അതോ ദ്വീപിലേക്ക് മടങ്ങുമോ? സുഹൃത്തുക്കളെ, അതിനുശേഷം 2018 നവംബർ 16 ജോൺ തന്റെ കുടുംബത്തിന് ഒരു കത്തെഴുതി. അവരോട് പറഞ്ഞു, "എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾ കരുതിയേക്കാം. എന്നാൽ ഈ ആളുകളോട് യേശുവിനെ പ്രഖ്യാപിക്കുന്നത് മൂല്യവത്താണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ ദയവായി ഈ ആളുകളെ കുറ്റപ്പെടുത്തരുത്." ഇതെഴുതി ഒരിക്കൽ കൂടി നോർത്ത് സെന്റിനൽ ദ്വീപിലേക്ക് യാത്രയായി. ഇത്തവണ അവൻ തിരിച്ചെത്തിയില്ല. അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയ പ്രാദേശിക മത്സ്യത്തൊഴിലാളി ദൂരെ നിന്ന് സെന്റിനലീസ് ഒരു മൃതദേഹം കുഴിച്ചിടുന്നത് കണ്ടു. വസ്ത്രങ്ങൾ പരിശോധിച്ചപ്പോൾ അത് ജോൺ അലൻ ചൗവിന്റെ ശരീരമാണെന്ന് മത്സ്യത്തൊഴിലാളിക്ക് മനസ്സിലായി. 1991 സെന്റിനലീസുകാരെ ആദ്യമായി സർക്കാർ ബന്ധപ്പെട്ടത്. ഭരണത്തിന് കീഴിലുള്ള കോണ്ടാക്റ്റിൽ പാർട്ടിക്ക് സുരക്ഷാ സന്നാഹം ഉണ്ടായിരുന്നു.
അമ്പെയ്തെടുക്കുന്ന സെന്റിനലീസ് എല്ലായ്പ്പോഴും ഒരു നിരന്തരമായ ഭീഷണിയായിരുന്നു. സുഹൃത്തുക്കളെ, നോർത്ത് സെന്റിനൽ ദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ഭാഗമാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ മൊത്തത്തിൽ 572 ദ്വീപുകളുണ്ട്. അതിൽ 38 മാത്രമാണ് ജനവാസമുള്ളത്. 12 മാത്രമാണ് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തിരിക്കുന്നത്. ദ്വീപുകളെ 3 ജില്ലകളായി തിരിച്ചിരിക്കുന്നു: നോർത്ത് ആൻഡ് മിഡിൽ ആൻഡമാൻ, സൗത്ത് ആൻഡമാൻ നിക്കോബാർ. ദക്ഷിണ ആൻഡമാനിൽ സ്ഥിതി ചെയ്യുന്ന പോർട്ട് ബ്ലെയർ ആണ് തലസ്ഥാനം. നോർത്ത് സെന്റിനൽ ദ്വീപ് ഏകദേശം 50 കിലോമീറ്റർ അകലെയാണ്. നിബിഡ വനത്താൽ മൂടപ്പെട്ട 60 കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയിലുള്ള ഒരു ചെറിയ ദ്വീപാണിത്. അവിടെ താമസിക്കുന്ന ആളുകളെ നോർത്ത് സെന്റിനലീസ് എന്ന് വിളിക്കുന്നു. ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയതായി വിശ്വസിക്കപ്പെടുന്നു. ഇത് സെന്റിനൽ ദ്വീപിൽ താമസിക്കുന്ന ആളുകളെ ആദ്യകാല കുടിയേറ്റക്കാരുടെ നേരിട്ടുള്ള പിൻഗാമികളാണെന്ന് കരുതപ്പെടുന്നു. 10,000 മുതൽ 30,000 വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് സെന്റിനലീസ് ഗോത്രം അവരുടെ ദ്വീപിൽ എത്തിയതായി പറയപ്പെടുന്നു. അന്നു മുതൽ അവർ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു. ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ കൃഷി അവർ ഒരിക്കലും പഠിച്ചിട്ടില്ല എന്നാണ് ഈ ഒറ്റപ്പെടൽ അർത്ഥമാക്കുന്നത്. ഒരുപക്ഷെ ദ്വീപിൽ ജീവിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും കൃഷിയുടെ ആവശ്യം തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ കൃഷി ഉണ്ടെന്ന് പോലും അറിയില്ല. തൽഫലമായി അവർ വേട്ടയാടുന്നവരായി ജീവിക്കുന്ന അവസാന ശിലായുഗ ഗോത്രമായി കണക്കാക്കപ്പെടുന്നു. അവർ ആഹാരം വളർത്തുന്നില്ല, പകരം പഴങ്ങൾ ശേഖരിക്കുന്നു, മൃഗങ്ങളെ വേട്ടയാടുന്നു, മത്സ്യം വളർത്തുന്നു. നോർത്ത് സെന്റിനലീസ് ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട ഗോത്രമായി കണക്കാക്കപ്പെടുന്നു. പ്രധാനമായും അവർ ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുന്നതിനാലാണ്. പുറം ലോകം ഇവരുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അക്രമം ഉണ്ടാകാറുണ്ട്. ചരിത്രപരമായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ഏറ്റവും പഴയ ലിഖിത രേഖ AD 2-ാം നൂറ്റാണ്ടിൽ റോമൻ ഗണിത ശാസ്ത്രജ്ഞനായ ക്ലോഡിയസ് ടോളമി അവയെ നരഭോജികളുടെ ദ്വീപുകൾ എന്ന് വിശേഷിപ്പിച്ചതാണ്. ഈ വിവരണം നോർത്ത് സെന്റിനൽ ദ്വീപിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നില്ല, മറിച്ച് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്കെല്ലാം ബാധകമായിരുന്നു. അതിനാൽ ഏത് ഗോത്രത്തെയാണ് പരാമർശിച്ചതെന്ന് വ്യക്തമല്ല. AD 673 സുമാത്രയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു പോകുന്ന ഒരു ചൈനീസ് സഞ്ചാരി ദ്വീപിലെ നിവാസികളെ നരഭോജികൾ എന്ന് വിശേഷിപ്പിച്ചു. 8-9 നൂറ്റാണ്ടുകളിലെ അറബ് സഞ്ചാരികളും സമാനമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചു. 11-ാം നൂറ്റാണ്ടിൽ രാജരാജ ചോള ഒന്നാമന്റെ ഭരണകാലത്ത് നിർമ്മിച്ച ഒരു ക്ഷേത്രത്തിലെ ലിഖിതങ്ങളും ഈ ദ്വീപുകളെ നരഭോജികൾ അധിവസിച്ചിരുന്നതായി പരാമർശിക്കുന്നു. നോർത്ത് സെന്റിനൽ ദ്വീപിനെക്കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തിയ പരാമർശം 1771 ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പൽ കടന്നു പോകുകയും സർവേയർ ദ്വീപിലെ വിളക്കുകൾ കണ്ടെത്തുകയും ചെയ്തു. 1867 100ഓളം യാത്രക്കാരുമായി ഒരു ഇന്ത്യൻ വ്യാപാര കപ്പൽ ദ്വീപിന്റെ തീരത്ത് തകർന്നപ്പോൾ മറ്റൊരു വിവരണം ഉണ്ടായി. അതിജീവിച്ചവരെ സെന്റിനലീസ് ആക്രമിച്ചെങ്കിലും ഒടുവിൽ ബ്രിട്ടീഷ് റോയൽ നേവി അവരെ രക്ഷപ്പെടുത്തി. സെന്റിനലീസ് പുറത്തു നിന്നുള്ളവരെ ആക്രമിച്ചതായി രേഖപ്പെടുത്തിയ ആദ്യത്തെ സംഭവമാണിത്. 1880 ഒരു ബ്രിട്ടീഷ് ഓഫീസർ മൗറീസ് വിഡാൽ പോർട്ട്മാൻ സെന്റിനലീസിനെ നാഗരികമാക്കാൻ അവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ആൻഡമാൻ ദ്വീപുകളിലെ മറ്റു ഗോത്രങ്ങളുമായി ബ്രിട്ടീഷുകാർ സൗഹൃദബന്ധം സ്ഥാപിച്ചിരുന്നു. സെന്റിനലീസുകാരുമായി ആശയവിനിമയം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ പോർട്ട്മാൻ ഈ മറ്റു ഗോത്രങ്ങളിലെ അംഗങ്ങളെ ഒപ്പം കൊണ്ടുവന്നു. എന്നിരുന്നാലും നോർത്ത് സെന്റിനലീസിന്റെ ഭാഷ മറ്റു ഗോത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. ആശയവിനിമയം അതുകൊണ്ട് സാധ്യമായില്ല. ഈ പരിവേഷണത്തിനിടെ പോർട്ട്മാൻ നോർത്ത് സെന്റിനൽ ദ്വീപിൽ നിന്ന് പ്രായമായ ദമ്പതികളെയും 4 കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി. പ്രായമായ ദമ്പതികൾ താമസിയാതെ മരിച്ചു. ഒരുപക്ഷെ വിദേശ രോഗങ്ങളുടെ സമ്പർക്കം മൂലമാകാം. കുറ്റബോധം തോന്നിയ പോർട്ട്മാൻ ചില സമ്മാനങ്ങൾ സഹിതം കുട്ടികളെ ദ്വീപിലേക്ക് തിരിച്ചയച്ചു. കുട്ടികൾ ദ്വീപിലേക്ക് അപരിചിതമായ രോഗാണുക്കളെ തിരികെ കൊണ്ടുവന്നിരിക്കാം. ഇത് മറ്റു പലരുടെയും മരണത്തിലേക്ക് നയിച്ചേക്കാം. സാധാരണ രോഗങ്ങൾക്കുള്ള പ്രതിരോധ ശേഷി കെട്ടിപ്പടുത്ത മെയിൻ ലാൻഡിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി വടക്കൻ സെന്റിനലീസ് വളരെ കാലമായി ഒറ്റപ്പെട്ടിരുന്നു. അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ദുർബലമായിരുന്നു. വടക്കൻ സെന്റിനലീസ് ആളുകൾ പുറത്തുള്ളവരോട് ശത്രുത പുലർത്തുകയും അവരുടെ ഒറ്റപ്പെടലിനെ കഠിനമായി കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഈ സംഭവമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ രോഗാണുക്കളുടെ കാര്യത്തിൽ വ്യക്തത ഒന്നും തന്നെ ഇല്ലെങ്കിലും ഇത് കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് തള്ളിക്കളയാൻ ആവില്ല. കാരണം ഈ നമ്മുടെ കാലത്ത് നമ്മൾ കൊറോണ എന്നൊരു മഹാമാരിയെ അതിജീവിച്ചവരാണ്. ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സുഹൃത്തുക്കളെ, പിന്നീട് ഉണ്ടായ സംഭവങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. 1967 ത്രിലോക്നാഥ് പണ്ഡിറ്റ് നോർത്ത് സെന്റിനൽ ദ്വീപ് സഞ്ചരിക്കുന്ന ആദ്യത്തെ ഔദ്യോഗിക നരവംശ ശാസ്ത്രജ്ഞനായി മാറി. ശാസ്ത്രജ്ഞർ, സായുധ സേനാംഗങ്ങൾ,
നിരായുധരായ നാവിക സേനാംഗങ്ങൾ, ഗവർണർ എന്നിവരുൾപ്പെടെ 20 അംഗ സംഘത്തെ അദ്ദേഹം നയിച്ചു. ദ്വീപിൽ സംഘം സെന്റിനലീസിന്റെ കാൽപ്പാടുകൾ 1 കിലോമീറ്ററോളം പിന്തുടർന്നെങ്കിലും അവർക്ക് മനുഷ്യരെ കണ്ടെത്താനായില്ല. നാളികേരം, പാത്രങ്ങൾ, ഇരുമ്പ് ഉപകരണങ്ങൾ തുടങ്ങിയ അവർക്കുള്ള സമ്മാനങ്ങൾ ഉപേക്ഷിച്ചാണ് സംഘം മടങ്ങിയത്. 1970 ഔദ്യോഗിക ഗവേഷക സംഘം ദ്വീപ് സന്ദർശിച്ച് നോർത്ത് സെന്റിനൽ ദ്വീപ് ഇന്ത്യൻ പ്രദേശത്തിന്റെ ഭാഗമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ശിലാഫലകം സ്ഥാപിച്ചു. 1974 ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഗോത്രവർഗ്ഗങ്ങളെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കാൻ ത്രിലോക്നാഥ് പണ്ഡിറ്റും ചില സായുധ സേനകളും ചേർന്ന് ഒരു ഇന്ത്യൻ ചലച്ചിത്ര സംഘത്തെ സന്ദർശിച്ചു. തേങ്ങയും ജീവനുള്ള പന്നിയും ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളുമായി ദ്വീപിൽ അവർ എത്തി. എന്നാൽ ഗോത്രക്കാർ പിന്നീട് വില്ലും അമ്പും ഉപയോഗിച്ച് സംഘത്തെ ആക്രമിക്കുകയും സിനിമയുടെ സംവിധായകൻ പ്രേം വൈദ്യയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സമ്മാനമായി നൽകിയ പന്നിയെ കൊന്ന് മണലിൽ കുഴിച്ചിട്ടു. ഇതാദ്യമായാണ് നോർത്ത് സെന്റിനലീസ് ക്യാമറയിൽ പതിഞ്ഞത്. തുടർന്നുള്ള ദശകങ്ങളിൽ ത്രിലോക്നാഥ് പണ്ഡിറ്റ് സെന്റിനലീസുകാരുമായി ബന്ധപ്പെടാൻ ഒന്നിലധികം ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. ഓരോ തവണയും ഗോത്രം ഓരോ രീതിയിൽ പ്രതികരിച്ചു. ഒരു സന്ദർഭത്തിൽ അവർ സമ്മാനമായി നൽകിയ ഒരു പാവയ്ക്ക് നേരെ അമ്പെറിയുകയും അതിനെ കുഴിച്ചിടുകയും ചെയ്തു. കാരണം പാവ അവർക്ക് പരിചയമുള്ളൊരു വസ്തു ആയിരുന്നില്ല. സുഹൃത്തുക്കളെ, ഇതിലൂടെ അവരുടെ ഒറ്റപ്പെടലിന്റെ ആഴം നമുക്ക് മനസ്സിലാവുന്നു അല്ലെ? ശരിക്കും അവർ ഈ ഒറ്റപ്പെടൽ ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ്. പിന്നീട് 1981 ബംഗ്ലാദേശിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോവുകയായിരുന്ന പ്രീംറോസ് എന്ന വ്യാപാര കപ്പൽ കൊടുങ്കാറ്റിനെ തുടർന്ന് ദ്വീപിന് സമീപം കുടുങ്ങി. സെന്റിനലീസ് ഗോത്രക്കാർ യാത്രക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ കാലാവസ്ഥ അവരുടെ അമ്പുകൾ കപ്പലിൽ പതിക്കുന്നത് തടഞ്ഞു. ജീവനക്കാർ ദുരന്ത സിഗ്നലുകൾ അയച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം ഹെലികോപ്റ്ററിൽ വന്ന് അവരെ രക്ഷപ്പെടുത്തുകയുണ്ടായി. ഈ സംഭവം ആദ്യമായി ഗോത്രക്കാർ ഇരുമ്പ് കണ്ടെത്തിയതായി അടയാളപ്പെടുത്തി. അത് അവർ കപ്പലിൽ നിന്ന് തുരന്ന് പിന്നീട് അവരുടെ വില്ലുകളിലും അമ്പുകളിലും ഉപയോഗിച്ചു. നോർത്ത് സെന്റിനൽ ദ്വീപിന് വടക്ക് സ്ഥിതി ചെയ്യുന്ന ഗൂഗിൾ മാപ്പിൽ കപ്പൽ തകർച്ച ഇപ്പോഴും ദൃശ്യമാണ്. ഇതോടെ അവസാനിച്ചില്ല. വീണ്ടും 1991 ഇന്ത്യൻ നരവംശ ശാസ്ത്രജ്ഞയായ മധുമാല ചതോപാധ്യായയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പര്യവേഷണത്തിനിടെയാണ് സെന്റിനലീസുകാരുമായുള്ള ആദ്യത്തെ സൗഹൃദ ബന്ധം ഉണ്ടായത്. അവളുടെ സംഘം നാളികേരം സമർപ്പിച്ചു. ഗോത്രം ആക്രമം കൂടാതെ അവരെ സ്വീകരിച്ചു. കൗതുകകരമെന്ന് പറയട്ടെ, ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ പര്യവേഷണമായിരുന്നു ഇത്. മുൻ പര്യവേഷണങ്ങൾ പുരുഷന്മാരായിരുന്നു നയിച്ചിരുന്നത്. ഈ സൗഹൃദ ആശയവിനിമയത്തിനിടയിൽ ഒരു സെന്റിനലീസ് പുരുഷൻ ടീമിന് നേരെ അമ്പടയാളം പ്രയോഗിച്ചു. എന്നാൽ ഗോത്രത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ ഇടപെട്ട് അമ്പ് താഴേക്ക് തള്ളുകയും എയ്യരുതെന്ന് സൂചന നൽകുകയും ചെയ്തു. തുടർന്ന് നാളികേരം നേരിട്ട് ആദിവാസികൾക്ക് നൽകാനും ആ സംഘത്തിന് കഴിഞ്ഞു. 1 മാസത്തിന് ശേഷം മറ്റൊരു പര്യവേഷണം നടന്നു. ത്രിലോക്നാഥ് പണ്ഡിറ്റും മധുമാലയും ഉണ്ടായിരുന്നു. ഒരിക്കൽ കൂടി സെന്റിനലീസ് ദ്വീപ് സന്ദർശിച്ചു. അവർ സമാധാനപരമായി നിലകൊള്ളുകയും സൗഹാർദ്ദപരമായ രീതിയിൽ തേങ്ങകൾ ശേഖരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഈ ഗോത്രം ഇത്തരമൊരു സൗഹൃദം പ്രകടിപ്പിച്ചത് അവസാനത്തേതായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം 1991 ശേഷം സെന്റിനലീസുകാരുമായി ബന്ധപ്പെടാനുള്ള തുടർന്നുള്ള എല്ലാ ശ്രമങ്ങളും അക്രമത്തിൽ നേരിട്ടു. വലിയ ആക്രമണങ്ങൾ നടന്നു. ഈ സംഭവത്തെ തുടർന്ന് 1997 ശേഷം ദ്വീപിലേക്കുള്ള ഇനിയുള്ള സന്ദർശനങ്ങൾ നിരോധിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനിച്ചു. അവർ ഗോത്രത്തെ ദൂരെ നിന്ന് നിരീക്ഷിച്ചെങ്കിലും നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് നിരോധനം ഏർപ്പെടുത്തി. 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു വിനാശകരമായ സുനാമിയെ തുടർന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ ഗോത്രത്തിന്റെ സുരക്ഷ പരിശോധിക്കാൻ ദ്വീപിന് മുകളിലൂടെ പറന്നു. തിരിച്ച് ഹെലികോപ്റ്ററിന് നേരെ അക്രമമുണ്ടായി. തങ്ങൾ ആക്രമിക്കപ്പെടുന്നതിനാൽ സെന്റിനലീസ് ആളുകൾക്ക് കുഴപ്പമില്ലെന്ന് ഹെലികോപ്റ്ററിലെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. സുനാമി കാരണം ഈ ദ്വീപ് 1.5 മീറ്റർ ഉയർന്നിരുന്നു. 2006 2 പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ അബദ്ധത്തിൽ അവിടെ ചെന്നുപെട്ടു. സെന്റിനലീസ് അവരെ ആക്രമിക്കുകയും ഒടുവിൽ കൊല്ലുകയും ചെയ്തു. ഇതിനുശേഷം ദ്വീപിന് ചുറ്റും 5 കിലോമീറ്റർ എക്സ്ക്യൂഷൻ സോൺ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചു. 5 കിലോമീറ്റർ കൂടുതൽ അടുക്കാൻ ആർക്കും കഴിയില്ല. വീഡിയോയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജോൺ അലൻ ചൗവിന്റെ 2018 സംഭവം ഏറ്റവും പുതിയതാണ്. ക്രിസ്തു മതത്തോടുള്ള അഭിനിവേശത്തിൽ അവൻ അറിഞ്ഞുകൊണ്ട് ദ്വീപിൽ പോയി കൊല്ലപ്പെട്ടു. ഇത് ചോദ്യം ഉയർത്തുന്നു, നോർത്ത് സെന്റിനലീസ് ജനതയെക്കുറിച്ച് നമുക്ക് എന്തറിയാം? ജോണിന്റെ ഡയറി പ്രകാരം അവരുടെ ഉയരം 5.3 5.5 ഇടയിലാണ്. പൊണ്ടത്തടിയുടെയോ പോഷകാഹാരക്കുറവിൻ്റെയോ ലക്ഷണങ്ങളൊന്നും തന്നെയില്ല. നീളം കുറഞ്ഞ മുടിയും ഇരുണ്ട തിളങ്ങുന്ന ചർമ്മവും നന്നായി നിർവചിക്കപ്പെട്ട പേശികളുമുണ്ടെന്ന് വീഡിയോ ഫുട്ടേജ് കാണിക്കുന്നു. ജോണിന്റെ ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ചിലരുടെ മുഖത്ത്
മഞ്ഞ പേസ്റ്റ് ഉണ്ടായിരുന്നു. അവർ വസ്ത്രം ധരിക്കില്ല, മറിച്ച് തലയിലും കഴുത്തിലും അരക്കെട്ടിലും നാരുകൾ കൊണ്ട് അലങ്കരിക്കുന്നു. സ്ത്രീകൾ നേർത്ത ചരടുകൾ ധരിക്കുന്നു. പുരുഷന്മാർ വില്ല്, അമ്പ്, കുന്തം തുടങ്ങിയ ആയുധങ്ങളും വഹിക്കുന്നു. കൗതുകകരമെന്ന് പറയട്ടെ, സെന്റിനലീസ് ആളുകൾക്ക് ബോട്ടുകൾ എങ്ങനെ നിർമ്മിക്കാമെന്നറിയാം. അവർ തടിയിൽ നിന്ന് ചെറുതും ഇടുങ്ങിയതുമായ തോണികൾ സൃഷ്ടിക്കുന്നു, കഷ്ടിച്ച് 2 അടി വീതി. അതിശയകരമെന്ന് പറയട്ടെ, അവർക്ക് അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ജിജ്ഞാസയില്ല. ഏറ്റവും അടുത്തുള്ള ജനവാസ ദ്വീപ് 36 കിലോമീറ്റർ അകലെയാണെങ്കിലും സെന്റിനലീസ് ഒരിക്കലും അവരുടെ ദ്വീപിനപ്പുറത്തേക്ക് പരിവേഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഏറ്റവും ആകർഷകമായ വശങ്ങളിലൊന്ന് അവരുടെ ഭാഷയാണ്. അവർക്ക് പുറത്തുള്ളവരുമായി ആശയവിനിമയം നടത്താൻ കഴിയില്ല. ഒരു പരിവേഷണ വേളയിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നതിനായി ആൻഡമാൻ ദ്വീപുകളിൽ നിന്നുള്ള ഒരു ഓങ്കെ ഗോത്രക്കാരനെ ത്രിലോക്നാഥ് പണ്ഡിറ്റ് കൊണ്ടുവന്നു. എന്നാൽ സെന്റിനലീസ് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് പ്രകോപിതരായി. അവരുടെ ഭാഷയിൽ ബ, പ, ല, സ എന്നിങ്ങനെയുള്ള ഉയർന്ന ശബ്ദങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ജോൺ തന്റെ ഡയറിയിൽ കുറിച്ചിരുന്നു. സെന്റിനലീസ് 2 തരം വീടുകളിലാണ് താമസിക്കുന്നത്. ഒന്നിലധികം കുടുംബങ്ങൾക്ക് വലിയ കുടിലുകളും ഒറ്റ കുടുംബങ്ങൾക്ക് ചെറിയ കുടിലുകളും. ജോണിന്റെ ഡയറി പ്രകാരം ദ്വീപിൽ ഏകദേശം 250 സെന്റിനലീസുകളുണ്ട്. എന്നാൽ ഇന്ത്യൻ സർക്കാർ കണക്കാക്കുന്നത് 50 മുതൽ 500 വരെയാണ്. കാരണം ആർക്കും കൃത്യമായ ജനസംഖ്യ കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ പെരുമാറ്റം സംബന്ധിച്ച് അവർ മരിച്ചവരെ ദഹിപ്പിക്കുകയോ മൃതദേഹങ്ങൾ കാട്ടിലേക്ക് കൊണ്ടുപോകുകയോ ചെയ്യുന്നില്ല. പകരം അവർ മരിച്ചവരെ കടൽ തീരത്ത് മണലിനടിയിൽ അടക്കം ചെയ്യുന്നു. അവർ നരഭോജികളാണെന്ന് അവകാശപ്പെടുന്ന പുരാതന രേഖകൾക്ക് വിരുദ്ധമായി. ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സെന്റിനലീസ് അവരുടെ ചെറിയ ദ്വീപിൽ വനം വെട്ടിമാറ്റാതെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുകയും അമിത ജനസംഖ്യ ഒഴിവാക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഇത് പ്രത്യേകിച്ചും കൗതുകകരമാണ്. കാരണം മിക്ക മനുഷ്യ സമൂഹങ്ങളിലും അമിത ജനസംഖ്യ പലപ്പോഴും പാരിസ്ഥിതിക തകർച്ചയിലേക്കും പ്രാദേശിക മൃഗങ്ങളുടെ വംശനാശത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. സെന്റിനലീസുകാരുമായി സമ്പർക്കം സ്ഥാപിക്കാനും അവരെ ആധുനിക സാങ്കേതിക വിദ്യയിലേക്ക് പരിചയപ്പെടുത്താനും ശ്രമിക്കണമെന്ന് പലരും ഇപ്പോഴും വാദിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഈ ഗോത്രങ്ങളിൽ വികസനവും നവീകരണവും കൊണ്ടുവരണമെന്ന് ചിലർ വാദിക്കുന്നു. മറുവശത്ത് പുറം ലോകത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് ചിലർ അവകാശപ്പെടുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സുഹൃത്തുക്കളെ, എൻ്റെ അഭിപ്രായത്തിൽ അവർ സമാധാനത്തോടെ ജീവിക്കുന്നതിനാൽ അവരെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കണമെന്നാണ്. അവർ അവരുടെ ജീവിതത്തിൽ സന്തുഷ്ടരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർക്ക് ജനവാസമുള്ള തൊട്ടടുത്ത ദ്വീപുകളിൽ പോവാൻ സാഹചര്യങ്ങളുണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ അവർ അതിന് ശ്രമിച്ചിട്ടില്ല. അവരെ ഒറ്റപ്പെടുത്തുന്നതാണ് നല്ലത് എന്നതിന് നിരവധി പ്രധാന കാരണങ്ങളുമുണ്ട്. ഒന്നാമതായി, അവർ പുറം ലോകവുമായി ബന്ധപ്പെടുമ്പോഴെല്ലാം നാം അറിയാതെ വഹിക്കുന്ന രോഗങ്ങൾ അവർക്ക് ഗുരുതരമായ ഭീഷണിയാണ്. ഈ രോഗങ്ങൾക്കെതിരെ അവർക്ക് പ്രതിരോധശേഷി ഉണ്ടാവില്ല. ഭക്ഷണം അത് മറ്റൊരു പ്രശ്നമാണ്. ആഹാര രീതികൾ മാത്രമല്ല, അവരുടെ സംസ്കാരം, ഭാഷ, പാരമ്പര്യങ്ങൾ, ജീവിതശൈലി, അവർ തലമുറകളായി സംരക്ഷിച്ചു പോകുന്ന കാര്യങ്ങൾ അവർ ആധുനിക സമൂഹവുമായി സമന്വയിച്ചതോടെ നശിക്കാൻ തുടങ്ങും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ മറ്റ് ഗോത്രങ്ങളും ഈ പ്രശ്നം നേരിടുന്നുണ്ട്. 1800കളിൽ ബ്രിട്ടീഷുകാർ ഈ ദ്വീപുകളിൽ കോളനിവൽക്കരിക്കാൻ എത്തിയപ്പോൾ ഗ്രേറ്റ് ആൻഡമാനീസ് ഗോത്രത്തിൽ ഏകദേശം 5000 വ്യക്തികൾ ഉണ്ടായിരുന്നു. ഇന്ന് 41 അംഗങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഒരുപക്ഷെ അവരുമായുള്ള ബന്ധം നിലനിർത്താനും ശക്തിപ്പെടുത്താനുമുള്ള നമ്മുടെ ശ്രമങ്ങൾ പ്രയോജനപ്രദമായതിനേക്കാൾ അപകടകരമാണെന്ന് ഇത് തെളിയിക്കുന്നു. അത് അവരുടെ മുഴുവൻ സമൂഹത്തെയും എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാൻ ഇടയാക്കും. സമാപനത്തിൽ എനിക്ക് പറയാനുള്ളത്, നോർത്ത് സെന്റിനൽ ദ്വീപിന്റെയും അതിലെ നിഗൂഢ നിവാസികളായ സെന്റിനലീസിന്റെയും നിഗൂഢത മനുഷ്യ അനുഭവങ്ങളുടെ വൈവിധ്യത്തിന്റെയും നമ്മുടെ ലോക ചരിത്രത്തിന്റെയും സമ്പന്നതയുടെയും ശക്തമായ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. ഒറ്റപ്പെടലിനോടുള്ള അവരുടെ അചഞ്ചലമായ പ്രതിബദ്ധത നാഗരികതയെയും പുരോഗതിയെയും കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ വെല്ലുവിളിക്കുന്നു. പുരാതന സംസ്കാരങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ മൂല്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് നമ്മളെ പ്രേരിപ്പിക്കുന്നു. ആധുനിക യുഗത്തിലേക്ക് കടക്കുമ്പോൾ ഈ തൊട്ടുകൂടാത്ത ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മറ്റൊരു വഴി തിരഞ്ഞെടുക്കുന്നവരുടെ സംരക്ഷണത്തിന്റെയും പ്രാധാന്യം അത് നമ്മൾ മറന്നുകൂടാ എന്നുള്ളതാണ്. മാനവികതയുടെ അവസാന അതിർത്തികളിലൊന്നിൻ്റെ ഈ പരിവേഷണത്തിൽ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക.